ഇവരൊക്കെ ഇനിയിപ്പോൾ നിങ്ങളെങ്ങനെ അസംബ്ലിയിലേക്ക് പോകുമോ MLA-മാരെ കാണാൻ? പോകും. ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. നാരായണൻ എഴുകോൺ, കൊട്ടാരക്കര എഴുകോൺ. അപ്പൊ ഇനി പോയിട്ട് ഇനി സത്യപ്രതിജ്ഞയ്ക്ക് വരൂലേ? വരും എല്ലാവരും, ഞങ്ങൾ എല്ലാവരും കൂട്ടായി. കൊട്ടാരക്കര എന്നൊക്കെ വൻ ഒഴുക്കായിരിക്കും. അതെ. ഇപ്രാവശ്യം കൊല്ലം ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി, പക്ഷെ കൊട്ടാരക്കര പിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ കൊച്ചോട്ടിന് തോറ്റുപോയി. ഞങ്ങളുടെ പ്രതീക്ഷ ജയിക്കുമെന്നായിരുന്നു. പൂർണ്ണമായും ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു കൊല്ലത്തിനൊരു വനിതാ മന്ത്രി ഉണ്ടാവും? പ്രതീക്ഷ ഉണ്ടാകും. പേര് ഞാൻ പറഞ്ഞുകൂടാ. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ പേര്, കാരണം ഞാനും കൊല്ലം ജില്ലക്കാരനാണ്, കൊട്ടാരക്കരക്കാരനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കൊല്ലത്തുനിന്ന് ഒരുപക്ഷെ നേരത്തെ VS മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്ത് കൊല്ലത്തുനിന്ന് ഒരു 4 മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ ആ മന്ത്രിമാരുടെ ഒരു വലിയ അത്രയും മന്ത്രിമാരൊക്കെ കൊല്ലത്തിനുണ്ടാവും. അതിനുള്ള യോഗ്യതയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഘടകകക്ഷിയിൽ ഒരു മന്ത്രി എന്തായാലും ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ നേരത്തെ RN മന്ത്രി എന്തായാലും കൊല്ലത്തുനിന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യം എന്തായാലും നമുക്ക് വലിയ ആവേശമുണ്ട്. ഒരു പൊലിമ പോലും കുറയ്ക്കാൻ പറ്റില്ല. ഈ കൊട്ടാരക്കരയിൽ നിന്ന് മാത്രമല്ല, മലബാറിൽ നിന്ന് കാസർഗോഡ് നിന്ന് വരെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഒഴുക്കുണ്ടായാലും അത്ഭുതപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയം തികയാതെ പോകും എന്നുള്ളതാണ്. 10 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം. അതെ, ഇനി ഇവിടെ നിന്ന് VD സതീശൻ പോകുന്നത് VM സുധീരനെ കാണാനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനും ഉണ്ടൊരു പ്രത്യേകത. ഒരു പക്ഷേ ഈ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ പ്രജീഷ് ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തുന്നതിൽ VM സുധീരന്റെ നിലപാട് വളരെ നിർണായകമായി എന്നാണ് പറയുന്നത്. അദ്ദേഹം മുൻ KPCC പ്രസിഡന്റുമായ K മുരളീധരനും മുല്ലപ്പള്ളിയും ഒരേ സമയം അതിന് പിന്തുണ കൂടി നൽകി. ഇത് പൊതുവികാരമാണ്, കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരമാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നത് ഇതൊരു സ്റ്റേജ്ഡ് അവിടെ ഇരിക്കുന്ന AK ആന്റണിയും പക്ഷം പിടിക്കാത്തൊരു നേതാവാണ്. പക്ഷേ ഒരു പൊതുവികാരമുണ്ട്, ഒരു ജനവികാരമുണ്ട്. അത് ഉൾക്കൊള്ളണമെന്ന് ഒരുപക്ഷേ AK ആന്റണിയുടെ നിലപാട് ഒരുപക്ഷേ എന്നല്ല, ഏറ്റവും നിർണായകമായിട്ട് ഉറപ്പായിട്ട് VD സതീശന്റെ പേരും ആ ജനവികാരം അവഗണിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഉണ്ടായാൽ അതിൽ തിരിച്ചടിയാകുമെന്ന് VM സുധീരൻ പറഞ്ഞു എന്നും അത് വളരെ കാര്യമായി തന്നെ നേതൃത്വം കണക്കിലെടുത്തു എന്നുമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു വലിച്ചു നീട്ടിയതിലൊക്കെ ഉത്തരവാദിത്തം എന്തായാലും രാഹുൽ ഗാന്ധിയിലേക്ക് എത്തുന്നുണ്ട്. ഇത്രയേറെ അധികം കാലതാമസം വരുത്തണമായിരുന്നു. ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ആ വലിച്ചു നീട്ടലിനെ പറ്റി പറയാതെ മാറ്റിവെക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല കൗതുകമുള്ള കൂടിക്കാഴ്ചകളൊക്കെ വരാൻ പോവുകയാണ്. കൗതുകമുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഒരുപക്ഷെ അടുത്ത നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചേക്കാം.